കൊച്ചിയിലെ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ 10-ാം തീയതി കമ്പനിയുമായി ചർച്ച നടത്തും. അതുവരെ തൽസ്ഥിതി തുടരും. നാളെ മുതൽ ജീവനക്കാർ ഓഫീസിലെത്തും. ജീവനക്കാരുമായി ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പിരിച്ചുവിട്ട തൊഴിലാളികൾ ഇന്നും ഓഫീസിലെത്തി. എന്നാൽ ജീവനക്കാരെ ഓഫീസിൽ കയറ്റാൻ കമ്പനി അധികൃതർ അനുവദിച്ചില്ല. ഓഫീസിൽ കയറ്റാത്തതിനെ തുടർന്ന് തൊഴിലാളികൾ പുറത്ത് കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. തുടർന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജും പ്രസിഡന്റ് വി. വസീഫിന്റെയും നേതൃത്വത്തിൽ ഓഫീസിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിഷ്ണു വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഏതായാലും 10-ാം തീയതി ഈ ഒരു ചർച്ച നടത്തും, കമ്പനിയുമായി ചർച്ച നടത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുവരെ തൽസ്ഥിതി തുടരാനാണ് തീരുമാനമായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് കോറോ ഹെൽത്തിൽ സ്ഥാപനത്തിനകത്ത് ഈ കഴിഞ്ഞ നിമിഷങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരുന്നൊരു സാഹചര്യമാണ്. നാളെ മുതൽ ജീവനക്കാർക്ക് ഓഫീസിൽ വരാം എന്നുള്ള ഒരു തീരുമാനത്തിൽ മേലാണ് ഇപ്പോൾ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലും കൂടിക്കാഴ്ചയിലും 1-2 തീരുമാനങ്ങൾ ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വെള്ളിയാഴ്ച സർക്കാരുമായി കമ്പനി പ്രതിനിധികൾ ചർച്ച നടത്തും. ആ ചർച്ചയിൽ ബിന്ദു കൃഷ്ണ, തൊഴിൽ മന്ത്രി കൂടിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരിക്കും ആ ഒരു ചർച്ച പുരോഗമിക്കുന്നത്. അതുവരെ വെള്ളിയാഴ്ച വരെ കമ്പനി തുറന്ന് പ്രവർത്തിക്കും. അതിൻ്റെ ഭാഗമായി നാളെ മുതൽ തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് ഓഫീസിൽ എത്താം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമായിരിക്കുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്, നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ പറയുന്നത് പോലെ വി.കെ. സനോജിൻ്റെയും വി. വസീഫിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രവർത്തകർ തൊഴിലാളികളെ, ജീവനക്കാരെ ആ ഓഫീസിനകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇടപെട്ടവരകത്ത് കയറ്റുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വീണ്ടും തടയുന്ന സ്ഥിതിഗതികളെല്ലാം, അത്തരത്തിലുള്ള സംഭവവികാസങ്ങളെല്ലാം അവിടെ നടന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി അവസാനമായിട്ടാണ് ഇപ്പോൾ നാളെ മുതൽ ഓഫീസിൽ പ്രവേശിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവർ കൃത്യമായി ഇവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പൂർണ്ണമായും ഈ ഒരു സ്ഥാപനത്തിനകത്ത് നിന്നും ഇത്തരത്തിൽ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ് ഈ കമ്പനി പ്രതിനിധികൾ ഉറച്ചു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അങ്ങനെ ഒരു ലേബർ കോഡ് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി 100-ൽ കൂടുതൽ പഴയ ലേബർ കോഡാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തിലുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 100-ൽ കൂടുതൽ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിനകത്ത് നിന്ന് ഇത്തരത്തിൽ ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടുമ്പോൾ 90 ദിവസം മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കണം എന്നുള്ളതാണ് ലേബർ കോഡ്, പഴയ ലേബർ കോഡ് പ്രകാരമുള്ള നിയമം എന്നുള്ളത്. അതല്ല, പുതിയ ലേബർ കോഡ്, രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പുതിയ ലേബർ കോഡ് നിയമപ്രകാരമാണെങ്കിൽ 300 തൊഴിലാളികൾ, ജീവനക്കാരുള്ള സ്ഥാപനത്തിനകത്ത് ഇതേപോലെ ആളുകളെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനകത്ത് അടച്ചുപൂട്ടണമെന്നുണ്ടെങ്കിൽ 90 ദിവസം മുൻപ് അറിയിപ്പ് നൽകണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു നിയമാവലി ആ ലേബർ കോഡിനകത്ത് കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് രണ്ടാണെങ്കിലും, പഴയ ലേബർ കോഡ് പ്രകാരമാണെങ്കിലും പുതിയ ലേബർ കോഡ് പ്രകാരമാണെങ്കിലും കൃത്യമായി ജീവനക്കാരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കൊച്ചിയിൽ മാത്രം 600ഓളം തൊഴിലാളികളാണ് ഈ കോറോ ഹെൽത്ത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കമ്പനി ഈ ഒരു നിലപാടിൽ തന്നെ, ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്, കൂട്ടപ്പിരിച്ചുവിടലിൽ തന്നെ നിൽക്കുവാൻ വേണ്ടിയാണ് അവരുടെ തീരുമാനമെങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയ്ക്കകത്ത് കോറോ ഹെൽത്ത് പ്രതിനിധികളടക്കം പങ്കെടുക്കാൻ എത്താത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നിയമപരമായി ഈ ഒരു വിഷയത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും അവർക്ക് മുൻപിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരും. നാളെ മുതൽ ഓഫീസിൽ ജീവനക്കാർക്ക് പ്രവേശിക്കാം. അതിനു പുറമെ തന്നെ ലേബർ കമ്മീഷൻ ഓഫീസർക്കും അഡീഷണൽ ആയിട്ടുള്ള ഒരു ലേബർ കമ്മീഷൻ ഓഫീസർക്കും ആ കോറോ ഹെൽത്ത് സ്ഥാപനത്തിനകത്ത് കൃത്യമായ ഒരു നിരീക്ഷണം അവരുടെ ഭാഗത്തു നിന്നും ഈ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾക്കകത്ത് ഉണ്ടാകും എന്നുള്ള ആ ഒരു അറിയിപ്പും ഈ പറയുന്ന കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട്, ഈ പറയുന്ന ലേബർ കമ്മീഷണറും തൊഴിലാളി പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനം വെള്ളിയാഴ്ച നടക്കുന്ന സർക്കാരുമായി നടക്കുന്ന ചർച്ചയിൽ ഈ ഒരു വിഷയത്തിനകത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന
അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള ഗതികളിലേക്ക് വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയായിരിക്കും കൂടുതൽ പ്രാധാന്യമാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ്തി. ശരി, വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്.